So mean of a random variable ആണ് കഴിഞ്ഞത്. Now variance of a random variable. ഇതേ മാതിരി variance of a random variable. Variance നമ്മൾ പഠിച്ചു 11th സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. Variance എന്ന് പറയുന്നത് measure of the spread or scatter in data. ഒരു ഡാറ്റ എത്രമാത്രം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കാണിക്കുന്നതാണ് വേരിയൻസ്. ഇതേപോലെ വേരിയബിലിറ്റി ഓർ സ്പ്രെഡ് ഓഫ് ദി വാല്യൂസ് ഓഫ് ദ റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് എത്രമാത്രം സ്കാറ്റർ ചെയ്ത് കിടക്കണം അതിൻ്റെ ഒരു മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് വേരിയൻസ് എന്നുള്ളത്. ആൻഡ് വേരിയൻസ് ഈസ് ഗിവൺ ബൈ the variance of the random variable x is given by e of x square minus e of x the whole square. e of x നമുക്കറിയാം അത് മീൻ ആണ്. മീൻ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ പി ഐ. ഇ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ സിഗ്മ എക്സ് ഐ പി ഐ. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെ വരണം? സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഐ. എക്സിൻ്റെ സ്ഥാനത്ത് അവിടെ എക്സ് സ്ക്വയർ ആണ്. മൈനസ് e of x, it is sigma xi pi the whole square. This is the formula for calculating variance. ഇനി sigma x എന്ന് പറയുന്നതാണ് standard deviation. It is the non-negative number of variance of x. Variance, square root of variance of x എന്ന് പറയുന്നതാണ് standard deviation. So variance of x കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ we get another measurement which is called standard deviation of the random variable. അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് sigma of x which is square root of variance of x, the non-negative number. So variance of x of a random variable എന്ന് പറയുന്നത് e of x square minus e of x the whole square. അതിൻ്റെ പോസിറ്റീവ് സ്ക്വയർ റൂട്ട് എടുത്താൽ we get standard deviation of the random variable x. So mean of a random variable, variance of a random variable. Problem നോക്കാം. Find the variance of the number obtained on a throw of an unbiased die. Variance ൻ്റെ ഫോർമുല ആലോചിക്കുമ്പോൾ അറിയാം e of x. e of x ന് വെച്ചിട്ടാണ് അത്. മീൻസ് വേരിയൻസ് കാണണമെങ്കിൽ മീൻ കാണണം. സോ മീൻ അറിയണമെങ്കിൽ നമുക്ക് പി ഡി കാണണം. സോ ലെറ്റ്സ് ഗോ ഫോർ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതിനെന്താണ് ഇവിടെ കണ്ടത്? വേരിയൻസ് ഓഫ് ദ നമ്പർ ഒബ്റ്റെയിൻഡ് ഓൺ എ ത്രോ ഓഫ് ആൻ അൺബയാസ്ഡ് ഡൈ. എക്സ്പെരിമെൻ്റ് എന്താണ് ഇവിടെ? ഒരു ഡൈസ് എറിയണം, അതിൻ്റെ നമ്പർ കിട്ടുന്നതിൻ്റെ വരുന്നതിൻ്റെ വേരിയൻസ് കാണാൻ. സോ വാട്ട് ഈസ് ദ റാൻഡം വേരിയബിൾ? ദ നമ്പർ ഒബ്റ്റെയിൻഡ് വെൻ എ ഡൈ ഈസ് ത്രോൺ. അത്രയേ ഉള്ളൂ. വാട്ട് ഈസ് ദ നമ്പർ ഒബ്റ്റെയിൻഡ് വെൻ എ ഡൈ ഈസ് ത്രോൺ? ഇറ്റ് ക്യാൻ ബി 1, 2, 3, 4, 5 or 6. അപ്പോൾ എക്സ് എന്നുള്ളത് നമ്പർ ഒബ്റ്റെയിൻഡ് വെൻ എ ഡൈ ഈസ് ത്രോൺ. സോ എക്സ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6. പ്രോബിലിറ്റി എന്തായിരിക്കും വരിക? x1 എന്ന് പറഞ്ഞാൽ ഡൈ എറിയുമ്പോൾ 1 കാണിക്കുന്ന 1 വരാനുള്ളതിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? 1/6. 2 സെയിം വേ 2 എന്നുള്ള നമ്പർ കാണിക്കണമെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? ഒരു ഡൈ എറിയുമ്പോൾ നമ്പർ 2 വരാനുള്ളതിൻ്റെ പ്രോബിലിറ്റി സെയിം വേ 1/6. ഇതേപോലെ എല്ലാം 1/6 ആയിട്ട് വരും. ദിസ് ഈസ് ദ പി ഡി. സോ എക്സ് വാല്യൂസ് ആയി, പ്രോബിലിറ്റി ഓഫ് എക്സും ആയി. ഇനി എന്താ കണ്ട്? മീൻ കാണണം. സോ വാട്ട് ഈസ് ദാറ്റ്? സിഗ്മ എക്സ് ഐ ഇൻറ്റു പി ഐ. അതാണ് മീൻ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ 1 ഇൻറ്റു 1/6 പ്ലസ് 2 ഇൻറ്റു 1/6 പ്ലസ് 3 ഇൻറ്റു 1/6 പ്ലസ് 4 ഇൻറ്റു 1/6 പ്ലസ് 5 ഇൻറ്റു 1/6 പ്ലസ് 6 ഇൻറ്റു 1/6. നോക്കാം. We get it as 1 plus 2 plus 3 plus 4 plus 5 plus 6 whole divided by 6. 3 plus 3 6 4 10 15 6 21/6 ആണ് മീൻ ആയിട്ട് വരുന്നത്. Now ഇതിൽ തന്നെ നമുക്കറിയാം വേരിയൻസ് എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയറും കൂടിയും കാണണം. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് സ്ക്വയർ ഇൻറ്റു പി ഐ. അതായത് എക്സിനെ സ്ക്വയർ ചെയ്തിട്ട് ഇതേമാതിരി സം ഓഫ് ദ പ്രൊഡക്ട്സ് കാണണം. സോ വാട്ട് യു വിൽ ഗെറ്റ്? 1 ഇൻറ്റു 1/6 പ്ലസ് 4 ഇൻറ്റു 1/6 പ്ലസ് 9 ഇൻറ്റു 1/6 പ്ലസ് 16 ഇൻറ്റു 1/6 plus 25 into 1/6 plus 36 into 1/6. എക്സിനെ സ്ക്വയർ ചെയ്തിട്ട് ഇതേപോലെ സം ഓഫ് ദ പ്രൊഡക്ട്സ് കാണുക. ആൻഡ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 91/6.
നമ്മളുടെ ചോദ്യം വേരിയൻസ് ആണ്. നൗ therefore variance of the variable x is equal to e of x square minus e of x the whole square, which is e of x square 91/6 ആണ്, e of x എന്ന് പറയുന്നത് 21/6, അതിൻ്റെ സ്ക്വയർ. So 91/6, 21 square 441/36. So you will get it as 36 LCM minus 441 105/36 and which is 35/12. So the variance of the required random variable എന്ന് പറയുന്നത് 35/12 ആണ്. അതായത് ഇവിടുത്തെ റാൻഡം വേരിയബിൾ ദ നമ്പർ ഒബ്റ്റെയിൻ വെൻ എ ഡൈ ഈസ് ത്രോൺ, അതിൻ്റെ വേരിയൻസ് ആണ് കണ്ടുപിടിച്ചത്. സോ മീൻ കാണണം, ഇ ഓഫ് എക്സ് സ്ക്വയർ കാണുക, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആണ്. അനദർ എക്സാമ്പിൾ, 2 cards are drawn simultaneously from a pack of 52 cards. Find mean, variance, standard deviation of number of kings. 52 cards in simultaneously 2 cards എടുക്കണം. Or ഇവിടെ പറയുന്നുണ്ട് successively without replacement ആണെങ്കിൽ can take any one. So let us take simultaneously 2 cards എടുക്കുകയാണ്, 52 cards എന്ന്. അതിൻ്റെ സോ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ റാൻഡം വേരിയബിൾ ഏതാണ്? നമ്പർ ഓഫ് കിങ്സ്. ആ 2 cards എടുക്കുന്നത് നമ്പർ ഓഫ് കിങ്സിൻ്റെ മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനാണ് ചോദ്യം. സോ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഇവിടെ നമ്പർ ഓഫ് കിങ്സ് ആണ്. എത്ര ഡ്രോസ്? 2 ഡ്രോസ് ആണ്. സോ എക്സ് എന്ന് പറയുന്നത് എന്തൊക്കെ പോസിബിലിറ്റി വരാം? വാല്യൂസ് 2 ഡ്രോയിലെ രണ്ടും കിങ് വരാതിരിക്കാം, ഏതെങ്കിലും ഒന്ന് കിങ് വരാം, രണ്ടും കിങ്സ് ആയിട്ട് വരാം. സോ 0, 1, 2 ഈസ് ദ പോസിബിൾ വാല്യൂസ്. ഓരോന്നും പ്രോബിലിറ്റി നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2 കാർഡ്സും കിങ് അല്ല. കിങ് അല്ല എങ്കിൽ എത്ര കാർഡ്സ് ആണ്? നോൺ കിങ് കാർഡ്സ്. അതായത് 52ന്ന് 4 കിങ്സിനെ മാറ്റി നിർത്തണം. സോ ഇറ്റ് ബിക്കംസ് 48. ആ 48 കാർഡ്സ് നിന്നാണ് നമുക്ക് കിട്ടുന്ന 2 കാർഡ്സ്. സോ റിക്വയർഡ് പ്രോബിലിറ്റി എന്ത് വരും? 48C2/52C2. 48C2/52C2. 2 cards are drawn simultaneously. 52 cards 2 എണ്ണം എടുക്കണോ? അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് ആണ് 52C2. നമ്മൾ ഫേവറബിൾ ഔട്ട്കം എന്താണ്? ആ 2 കാർഡ്സും കിങ് അല്ലാത്തത് വരണം. അപ്പോൾ 48 കാർഡ്സ് എന്നാണ് ആ 2 കാർഡ്സ് വരുന്നത്. സോ 48C2 ഇസ് ദ ഫേവറബിൾ ഔട്ട്കം. സോൾവ് ചെയ്യാം. NCR n factorial by r factorial into n minus r factorial. 48 minus 2 46 factorial by 52 factorial by 2 factorial into 50 factorial. This is solve ചെയ്താൽ we get it as 188/221. This is the answer. Now P of x equal to 1. 2 ഡ്രോസിലെ 1 x equal to 1 അവിടെ മീൻ ചെയ്യണത് ഒരെണ്ണം കിങ് ആയിരിക്കാം. നമ്പർ ഓഫ് കിങ്സ് ആണ്. 2 എണ്ണം എടുക്കണം. അതിൽ ഒരെണ്ണം കിങ് എന്ന് പറയുമ്പോൾ 1 കിങ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കണം? നോൺ കിങ് ആണ്. 1 കിങ് എന്ന് വരണം 4 കിങ് കാർഡ്സ് എന്ന് വരണം. ആൻഡ് സോ ഇൻറ്റു അനദർ 1 2 കാർഡ്സ് ആണ്, ഒരെണ്ണം കിങ്. സോ ദ അതർ വൺ മസ്റ്റ് ബി നോൺ കിങ്. നോൺ കിങ് അല്ലാത്തത് 48C1/52C2. ഇത്രയാണ് ഔട്ട്കം. ഇതാണ് റിക്വയർഡ് പ്രോബിലിറ്റി വരിക. ഇവിടെ എക്സ് ഈക്വൽ ടു 1 2 കാർഡ് സൈമിൾട്ടേനിയസ്ലി ആണ്. അതായത് ഫസ്റ്റ് ഡ്രോ സെക്കൻഡ് ഡ്രോ എന്ന് പറഞ്ഞിട്ടില്ല. 2 കാർഡ്സ് ആർ ഡ്രോൺ സൈമിൾട്ടേനിയസ്ലി ഫ്രം 52 കാർഡ്സ്. അതിൽ ഒരു കിങ് എന്ന് പറയുമ്പോൾ ഒരു കിങ്ങും മറ്റേത് നോൺ കിങ്ങും ആണ്. 1 കിങ് ഫ്രം 4 കിങ്സ്. അടുത്തത് നോൺ കിങ്, കിങ് അല്ലാത്തത് എന്ന് പറയുമ്പോൾ 48 കാർഡ്സ് എന്ന് ഒരു കാർഡ് വരുന്നു.
So 4C1 into 48C1 by 52C2. This solve ചെയ്യുമ്പോൾ we get it as 32 by 221. Same way combination the formula കൊടുത്ത് ചെയ്യാം. NCR. Now P of x equal to 2. X equal to 2 means it is 2 are king cards. രണ്ട് kings. രണ്ടും kings ആവണമെങ്കിൽ it must come from 4 king cards. So 4C2 favorable outcome out of 52C2. രണ്ട് കാർഡ്സും കിങ് ആവണം. രണ്ട് കാർഡ്സ് എടുക്കണോ അത് കിങ് ആവണം. സോ രണ്ടും കിങ് ആവണമെങ്കിൽ അത് 4 കിങ് കാർഡ്സ് എന്ന് വരണം. So favorable outcome 4C2 by 52C2. Solving we get is as 1 by 221 വരും. So P of x ആയി x ആണ് x values അറിയാം. P of x corresponding probability കണ്ടു. Now what is the mean is the question. So probability distribution x 0 1 2 corresponding probability 188 by 221, 32 by 221, 1 by 221. This is the PD. ചോദ്യം mean ആണ്. What is mean? Expectation of x or mean is sigma xi pi, which is 0 into 188 by 121 plus 1 into 32 by 221 plus 2 into 1 by 221. So we get it as 34 by 221 is the required mean. Mean പറയുന്നത് 34 by 221 ആണ്. ഇതേപോലെ ഇനി വേരിയൻസ് കാണാനായിട്ട് ഫോർമുല ആലോചിക്കുക. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അതിൽ ഇ ഓഫ് എക്സ് കണ്ടിട്ടുണ്ട്. ഇനി കാണേണ്ടത് ഇ ഓഫ് എക്സ് സ്ക്വയർ ആണ്. സോ അടുത്തത് ഇ ഓഫ് എക്സ് സ്ക്വയർ കാണാം. സോ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 0 പ്ലസ് 1 ഇൻറ്റു 32 ബൈ 221 പ്ലസ് 4 ഇൻറ്റു 1 ബൈ 221. എക്സ് സ്ക്വയർ ആണ്. എക്സിനെ സ്ക്വയർ ചെയ്യുന്നുണ്ട്. 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 1 2 സ്ക്വയർ. അപ്പോൾ 4 ഇൻറ്റു 1 ബൈ 221. So we get it as 36 by 221. This is the variance. E of x square. So what is the variance? E of x square minus E of x the whole square. Formula. Substitute ചെയ്യാം. 36 by 221 minus E of x 34 by 221 the whole square. So ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 6800 by 221 സ്ക്വയർ എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യാം. 221 ഹോൾ സ്ക്വയർ ആയിട്ട് LCM എടുക്കുക. സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 6800 by 221 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ദ റിക്വയർഡ് വേരിയൻസ്. നൗ വാട്ട് ഈസ് therefore ഒന്നും കൂടി ഉണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. നൗ സ്ക്വയർ റൂട്ട് ഓഫ് 6800 by 221 whole square. Square root of variance is standard deviation, and so this is 6800 by 221 whole square, its square root, or 6800 square root by 221 whole square and the square root എന്ന് പറയുമ്പോൾ 221, and this will give us 0.37 as its value. This simplifies square root by division method കാണാം. So you will get, then dividing by 221 you will get it as 0.37. So mean, variance and standard deviation ഇങ്ങനെയാണ് കാണേണ്ടത്.